ഹായ് ഗൈസ്, നാളെ വിഷുവാണ്. അപ്പോൾ ഇന്ന് വിഷുവിൽ കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം. ഡ്രസ്സൊന്നും എടുക്കണില്ല, ഞങ്ങൾ മുസ്ലിംസ് ആയതുകൊണ്ട് അത് കാരണം പടക്കമൊക്കെ മേടിക്കുക, പിന്നെ കഴിയാനുള്ള സാധനങ്ങൾ, ഇത്രയും ഡ്രസ്സ്. അതിൻ്റെ ഇടയിൽ വിഷുവിന് മാത്രം ഡ്രസ്സ് നടക്കില്ല ഗൈസ്. പക്ഷേ ചൂടായ കാരണം 4 മണിക്ക് ശേഷം പോകാൻ പറ്റുള്ളൂ. പാലക്കാട് ജില്ലയിൽ 42 ഡിഗ്രിയാണ് ചൂട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പൊരി വെയിലത്ത് പോയാൽ മുഖം അങ്ങോട്ട് ടാൻ അടിക്കും, സൂര്യകാന്തി വയ്ക്കും. എത്ര സൺസ്ക്രീം ഇട്ടാലും ഡേം ടോക്ക് അങ്ങനത്തെ എല്ലാ സൺസ്ക്രീം ഇട്ടാലും ഈ ചൂടത്ത് അതൊന്നും നോട്ട് ഇമ്പോസിബിൾ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ഇരുത്തോണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു 4 മണിയാവട്ടെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഉമ്മ ചതിച്ചു. സീരിയൽ വന്നപ്പോൾ ഉമ്മ അങ്ങനെ നൈസിൽ പോയി. അതിൻ്റെ ഉമ്മ പറഞ്ഞു ഞാൻ വരാമെന്ന്. രാത്രി ആയി സീരിയൽ ഉണങ്ങിയപ്പോൾ ഉമ്മ പോയി. ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പുറത്ത് പോയി ഇത്രയും കുറച്ച് ഒരു 200 എത്രയൊക്കെ ആയിട്ടുള്ള 2 കവർ നിറച്ച് ഞാൻ പടക്കം മേടിച്ച് ഇത് പൊട്ടിക്കാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്നാലും 6 മണിയൊക്കെ ആയി കഴിച്ചു. അപ്പോൾ പൊട്ടിക്കാനായിട്ടില്ല. എന്തോരം പടക്കങ്ങൾ, പിന്നെ ഇങ്ങനത്തെ പടക്കം, ഇങ്ങനത്തെ കമ്പിളി പൊട്ടിക്കുന്ന ഐറ്റംസൊന്നും ഞാൻ പഠിച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് പൊട്ടിക്കാൻ അറിയില്ല. പൊട്ടിക്കുന്ന ഒരെണ്ണോ 2 എണ്ണമൊക്കെ ആയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഉപ്പ ഉണ്ടെങ്കിൽ ഞാനും എൻ്റെ ഉപ്പയും കൂടി പൊട്ടിക്കും, അല്ലാണ്ട് ഞാനും എൻ്റെ ഉമ്മയായിട്ട് പൊട്ടിക്കില്ല. ഓക്കെ, ഇപ്പോൾ പൊട്ടിക്കുന്ന ഇത്തിരി ഷോപ്പിങ്ങിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും തിരക്കായ കാരണം എനിക്ക് എടുക്കാൻ പറ്റും. ഞാൻ മാറുന്നു. അപ്പോൾ പിന്നെ പൊട്ടിക്കുന്ന വീഡിയോ കുറച്ചായിട്ട് ഞാൻ എടുത്തു തരാം ഗൈസ്. ഞാൻ പറഞ്ഞ ചതി ഇപ്പോഴുണ്ടായത്. ഈ തീപ്പെട്ടി ഒരിക്കാൻ തന്നെ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടില്ലേ, സ്റ്റാൻഡിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ മത്താപ്പ് ചെയ്തത്. അത്ര വലിയ പടക്കമൊന്നും ഉണ്ടായത്, പൊട്ടിക്കാനുള്ളത് പൊട്ടുന്നതൊന്നും ഉണ്ടായത്. ഒരു ഉപ്പിലുള്ള സമയത്തൊക്കെ ഞാൻ മേടിച്ച് പൊട്ടിക്കുമായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഉപ്പിലുള്ള സമയത്തൊക്കെ ഞാൻ മേടിച്ചു. ഇപ്പോൾ ഗൾഫിലായി. അപ്പോൾ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വിഷു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വരാൻ പറ്റില്ല. അപ്പം ഞാൻ കമ്പിത്തിരി, മത്താപ്പ്, പൂക്കുറ്റി ഇതൊക്കെയാണ് കഴിച്ചത്. പിന്നെ ഉമ്മ വ്ളോഗൊക്കെ എടുത്തു തരാം മോളെ, അതാണ് പറഞ്ഞ ഉമ്മാൻ്റെ സീരിയൽ വന്നപ്പോൾ നൈറ്റിൽ ഉമ്മ മുങ്ങി. പിന്നെ ഞാൻ കമ്പിത്തിരി വായിൽ വെച്ചിട്ടൊക്കെ കത്തിച്ചു. അതിനിടയിൽ ചെറിയൊരു ചതി പറ്റി, കമ്പിത്തിരി കത്തിയില്ല. പിന്നെ ഞാൻ കത്തിച്ചു ഗൈസ്. നൈസിൽ കൈ അങ്ങനെ പൊള്ളി. അല്ലെങ്കിൽ കമ്പിത്തിരി കത്തിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും നാക്കൊന്നും അറിയില്ല. ഉമ്മാൻ്റെ തൊള്ളയൊക്കെ അവനുണ്ട്, സൂക്ഷിച്ച് കത്തിക്ക് ഇതിലേ മര്യാദയ്ക്ക് വരില്ല. പിന്നെ സൂക്ഷിച്ച് കത്തിക്കാൻ പറയും ചെയ്യും. പിന്നെ എനിക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ക്ഷമിക്കണം. ഐ ആം റിയലി സോറി. ഓക്കെ, ബൈ.